നിന്നോടൊക്കെ ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. ന്യൂ ഇയർ ആയിട്ട് റോക്കറ്റ് വിടണമെങ്കിൽ നിന്റെയൊക്കെ വീട്ടിന്റെ കുടുംബത്ത് പോയി റോക്കറ്റ് വിടണം. അല്ല എന്റെ കുടുംബത്തോട്ടല്ല റോക്കറ്റ് വിടണ്ട കേട്ടല്ലോ. അല്ലെങ്കിൽ തന്നെ നിനക്കൊക്കെ റോക്കറ്റ് വിട്ടുകൾക്ക് ഇത് ചൊവ്വയല്ല, എന്റെ വീടാണ്. ഇനി നേരെ ചൊവ്വേ ജീവിച്ചില്ല എന്റെ സ്വഭാവം മാറും കേട്ടോ. ഇനി റോക്കറ്റ് എങ്ങാനും എന്റെ പറമ്പിൽ വീണ അതെങ്ങനെ കുടുംബത്തിൽ ചോദിക്കാൻ ഒരു ചെറുക്കമുണ്ട്. എല്ലാ പിള്ളേരും ഫോണിന്റെ കീപാഡ് വെച്ചാണ് കളിക്കണത്. ഇപ്പൊ ഫോണിനകത്ത് ഇറങ്ങി നിന്നാണ് കളിക്കുന്നത്. ഒരു ഭാര്യ കേക്ക് മേടിക്കാനെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയതാണ്. ഇങ്ങോട്ട് വരട്ടെ, മനുഷ്യന് ആരോടെങ്കിലും ഒന്ന് വഴക്കൂടാതെ സഹിക്കാൻ പറ്റില്ല. അറിയാമോ, വായൊക്കെ ധരിക്കണം. എന്റെ പെറ്റെവിടെ? നീ പെറ്റത് അകത്ത് ഫോണിനകത്ത് കിടന്ന് നീന്താണ്. അതല്ല ചോദിച്ചത്. ഞാൻ നിങ്ങളടുത്ത് ഏൽപ്പിച്ചിട്ട് പോയ എന്റെ പെറ്റ്, എന്റെ ലൂസി പൂച്ച എവിടെ? അത് ടെറസിന്റെ മണ്ട നീ വീണ് ചത്ത്. അയ്യോ അയ്യോ, എന്റെ പൂച്ച ചത്ത. എന്റെ പൊന്നു മനുഷ്യൻ, നിങ്ങൾക്ക് ഒരല്പം പോലും മനുഷ്യത്വം ഇല്ലേ നിങ്ങൾക്ക്? ഇങ്ങനെയൊക്കെ എടുത്തടിച്ച പോലെ അങ്ങ് പറയോ എന്നെ ടെൻഷൻ ആക്കാൻ വേണ്ടിട്ട്? അതിനൊക്കെ ഒരു മയത്തിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ? ഒരു സമാധാനത്തിൽ പറയണ്ടേ മനസ്സിലാക്കാൻ? EMI ആയിട്ട് പറയണം. EMI ആയിട്ടാ? ഘട്ടമായിട്ട് പറയണം. എനിക്ക് മനസ്സിലായില്ലെന്ന്. അതായത് പൂച്ച ടെറസിന്റെ മുകളിൽ ഉണ്ടായിരുന്നെന്ന് ആദ്യം പറയണം. അവിടുന്ന് കാല് തെന്നി എന്റെ പൂച്ച താഴോട്ട് വീണെന്ന് പറയണം. പിന്നെ നടക്കാൻ വയ്യാതെ എന്റെ പൂച്ച ഇങ്ങനെ എഴയായിരുന്നെന്ന് പറയണം. പതിയെ പതിയെ എന്റെ പൂച്ച ചത്തുപോയെന്ന് പറയണം. അയ്യോ, നിന്റെ പൂച്ച സീരിയലിൽ അഭിനയിക്കല്ലേ ഘട്ടം ഘട്ടമായിട്ട് ചാവാ. എന്റെ വായിലേക്കൊന്നും കേൾക്കരുത്. എന്റെ പിന്നെ അമ്മൂമ്മ എവിടെ? അപ്പുറത്തെ ടെറസിന്റെ ഉണ്ടായിരിക്കണം. അയ്യോ, എന്റെ അമ്മമ്മക്ക് എന്ത് പറ്റി? ടെറസിന്റെ മുകളിൽ എടി ഘട്ടം ഘട്ടമായിട്ട് ചത്തതല്ല, ഇനി അലക്കാനിട്ടിരുന്നു. അതെടുക്കാനായിട്ട് അമ്മച്ചതിന്റെ മണ്ടേ നിൽക്കണം ഞാൻ കണ്ടത്. എടുത്തോണ്ട് ഇറങ്ങി കാണും. എടുത്തോണ്ട് ഇറങ്ങി കാണും. അങ്ങനെ. ശരി ശരി. അതെ, നിങ്ങൾക്ക് എന്നെ കാണുമ്പോ ഇത്ര ദേഷ്യം തരുന്നു. ദേഷ്യപ്പെടുവടി, ദേഷ്യപ്പെടും. ഈ കുടുംബത്ത് നടക്കുന്ന സകല കാര്യങ്ങളും നീ നാട്ടുകാരോട് മൊത്തം പറയും. നീ ഗീതയോട് പറഞ്ഞു എന്തേടി ഞാൻ മണ്ടനാണെന്ന്. അയ്യോടാ, അത് രഹസ്യമായിരുന്ന? എനിക്ക് അറിയില്ലായിരുന്നു അത് പറയാൻ പാടില്ല. ഓഹോ, അപ്പൊ നീ എന്നെ ഇവിടെ മണ്ടനാക്കുമായിരുന്നല്ലേ? ആ പരിപാടി നടക്കും. യോ, ഏതെങ്കിലും നല്ല കുടുംബത്തിൽ നിന്ന് ഞാൻ ഒരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ അന്തസ്സായിട്ട് ജീവിക്കായിരുന്നു. അറിയാമോ, എന്റെ കുടുംബത്തിനെ മാത്രം നിങ്ങൾ നിങ്ങൾക്ക് എന്റെ കുടുംബത്തിനെ പറയാൻ നിങ്ങൾക്ക് എന്തോ യോഗ്യതയുണ്ട് കുറിച്ച് നിങ്ങൾ കേൾക്കണം. ഈ ഇലക്ഷന് ഇവിടെ അച്ഛനെ കൊണ്ട് ഞാൻ വോട്ടിടാൻ പോയി. ഇങ്ങനെ മുമ്പ് അയക്കണേ ഞാൻ ബാക്കിക്കണേ. ക്യൂ ഇങ്ങനെ പോയി 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 വോട്ടിടുന്ന സ്ഥലത്തെത്തിയപ്പോ വോട്ടിടാൻ വന്നിരിക്കുന്ന ആഫീസറോട് പറയണ് കുറഞ്ഞൊരു പൈൻ്റെന്ന്. ക്യൂ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഈ പറയണ ആളെ കുടുംബത്തിന്റെ മഹിമയെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ? എന്റെ കുടുംബത്തിന് എന്തോന്ന് കുഴപ്പമില്ല. ഇങ്ങനൊരു കുഞ്ഞമ്മ ഉണ്ടായിരുന്നേ. ആ കുഞ്ഞമ്മയ്ക്ക് പെൻഷൻ വരാൻ താമസിച്ചത് കൊണ്ട് ആ പോസ്റ്റ്മാന്റെ വീട്ടിൽ ചെന്ന് അവന്റെ പെണ്ടാട്ടിയിലെടുത്ത് പറഞ്ഞേക്കണേ എനിക്ക് ചെലവിനുള്ള പൈസ നിന്റെ മാപ്പിളേരോട് തരാൻ പറയാ. അങ്ങനെ ഒരു കുഞ്ഞമ്മയാണ് ഇങ്ങനെയുള്ളത്. അതുകൊണ്ട് കൂടുതൽ എന്നെ കൊണ്ട് നിന്നെ അധിക നാൾ ഇവിടെ വാഴിക്കൂലടി. നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്യും. നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്യൂടി. എനിക്ക് നിങ്ങളെ ഇന്നലെ വേണ്ട മനുഷ്യ. നിങ്ങൾ എന്നെ ഡിവോഴ്സ് ചെയ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ ജീവിച്ച് മടുത്ത് 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 ഞാൻ മടുത്ത്. അച്ഛാ, അമ്മ അല്ല അച്ഛാ, അമ്മ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ വീട് ജീവിച്ച് ഞാനും മടുത്തു. എനിക്ക് എത്ര വയസ്സായി? എനിക്ക് എത്ര വയസ്സായി? ഞാൻ പ്രായപൂർത്തിയായി നിൽക്കുന്ന പുരുഷനാണ്. പ്രായപൂർത്തിയായി നിൽക്കുന്ന പുരുഷനാണ്. കെട്ടുപ്രായം കഴിഞ്ഞു. എന്നെ കുറിച്ച് എന്തെങ്കിലും വിചാരമുണ്ട് അച്ഛന്? നമ്മക്ക് ആ വിചാരം ഇല്ലെങ്കിലും ഈ നാട്ടിൽ പെൺമക്കളുള്ള മാതാപിതാക്കൾക്ക് എല്ലാ വിചാരവും ഉണ്ട്. അതുകൊണ്ടല്ലേ അവരെയൊക്കെ പെൺപിള്ളേരെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കണം. അവിടെ എന്ത് കസാരയില്ലേ? എന്തിനാടാ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കണം എന്ന് പറഞ്ഞു? എന്റെ പൊന്നേ, ഇതുപോലൊരു മണ്ട ചെറുക്കൻ എങ്ങനെ പറയായിരിക്കും? നിന്റെ മോനല്ലേ അടി? പിന്നെ നിങ്ങൾക്ക് അതിനൊരു പങ്കുമില്ലല്ലോ. ഞാൻ മാങ്ങ പറിച്ചപ്പോ വീണതല്ലേ? അല്ലടി അല്ലടി അല്ല അല്ല, ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി കൂപ്പൺ ചുരണ്ടിയപ്പോ കിട്ടിയത്. കൂപ്പൺ പുതിയത് ചുരണ്ടായി. എന്റെ പട്ടി പോകും കൂപ്പൺ ചുരണ്ടായി. എന്നെ സൂപ്പർ മാർക്കറ്റിൽ കൂപ്പൺ കിട്ടിയതാ അമ്മ. അച്ഛാ,
എന്നെ സൂപ്പർ മാർക്കറ്റിൽ കൂപ്പൺ അടിച്ചപ്പോ കിട്ടിയതാ. പോടാ ചെറുക്കാ. ഏത് സൂപ്പർ മാർക്കറ്റിൽ വെച്ചാ? ഞാൻ കാണിച്ചാ ചെറുക്കാ സൂപ്പർ മാർക്കറ്റ്. പറയിപ്പിക്കല്ലേട്ടാ ചുമ്മാ. എന്റെ കല്യാണം കുറിച്ച് ആർക്കും ഇവിടെ നിൽക്കുന്നുണ്ടായി. അച്ഛൻ ഒരു കാര്യം പറഞ്ഞ ഇന്നലെ പത്രത്തിൽ ഉണ്ടായിരുന്നു. എന്തോന്ന്? കല്യാണം കഴിക്കാൻ പെൺകുട്ടിയെ കിട്ടാത്തോണ്ട് യുവാവ് ആത്മഹത്യ ചെയ്തെന്ന്. എങ്ങനെ? കല്യാണം കഴിക്കാൻ പെൺകുട്ടിയെ കിട്ടാത്തോണ്ട് യുവാവ് ആത്മഹത്യ ചെയ്തെന്ന്. ആ ചെറുക്കന് വല്ല കാര്യം ഉണ്ടായിരുന്ന ഈ കല്യാണം കഴിച്ചവരോടൊക്കെ ഒന്ന് ചോദിച്ചാ മതിയായിരുന്നു. അല്ല ഒരു കടുക്കയും ചെറുക്കൻ പോടി. അച്ഛാ റൂമിലെ ഫാനിന് കുഴപ്പമുണ്ട്. റോമിലെ ഫാൻ കുഴപ്പമാണ്. ഇറ്റലി പോയി പറഞ്ഞല്ലേ, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ റൂമിലെ ഫാനിന് കുഴപ്പമുണ്ട്. ഫാൻ മാറ്റി തരണം. മക്ക പൊന്നുമോനെ ഞാനൊരു ഫാൻ മേടിച്ചു തരാം പോരെ? ഏത് ഫാൻ? എൻഡോ സൽഫാൻ. നല്ല ഫാൻ. എൻഡോ സൽഫാൻ. അത് കാറ്റ് പോവൂല. കാറ്റ് കിട്ടുന്ന ഫാനാണ് ഞാൻ പറഞ്ഞത്. അത്രയെങ്കിലും പോകാതെ എന്റെ പൊന്നുമോന് ഉണ്ട്. സന്തോഷമായി. നിനക്ക് ഇവിടെ വെറുതെ ചോരം തിന്നോണ്ട് നിൽക്കാതെ നിനക്ക് അറിയാവുന്ന ജോലിക്കും പോയിക്കൂടാ. ജോലിക്ക് എന്തൊരു ജോലിക്ക് പോവാ അച്ഛാ? മക്കളെ ഈ ഫുൾ ടൈം മൊബൈലിൽ നോക്കണ പണി കേരളത്തിൽ ഇല്ല. അച്ഛനെ കളിയാക്കണാണല്ലേ? നിങ്ങളെന്നെ കളിയാക്കണാണല്ലേ? മനസ്സിലായല്ലേ? നിങ്ങൾ എന്നെങ്കിലും ഒരു ദിവസം നോക്കിക്കോ, ഞാൻ കറങ്ങണ കസാരയിടും ജോലി ചെയ്യും. കറങ്ങണ കസാരയിടും. ആ അങ്ങനെ നിനക്കൊരു ജോലി തന്നു കഴിഞ്ഞാൽ ആ ജോലി തന്നോണം കസേരയിൽ ഇരുന്ന് കറങ്ങും. കളിയാക്കണല്ലേ? എന്താടാ നിനക്ക്? ഞാൻ പോട്ടാ അച്ഛ ഇവിടെ നിന്ന്. വാടാ ഞാൻ ഇവിടെ നിന്ന് പോട്ടാ ഇവിടെ നിന്ന്. കേട്ട് പോ. ഞാൻ ഇനി ഇവിടെ നിൽക്കൂല, ഈ വീട്ടിൽ നിൽക്കൂല. ഞാൻ എങ്ങോട്ടെങ്കിലും പോണം. കേട്ടടാ. അങ്ങനെയെങ്കിലും നിന്റെ ചെരുപ്പിൽ ഈ മിറ്റത്തെ മണ്ണൊന്നും പറ്റട്ടടാ. പോടാ. ഒരു പെണ്ണും പാലും. അച്ഛാ അച്ഛാ എന്താണ്? അപ്പുറത്തെ വീട്ടിലെ ശേഖരമാമയില്ലേ, നമ്മള് എന്ത് പറഞ്ഞാലും വഴക്കുണ്ടാക്കണ ശേഖരമാമൻ വെട്ടാൻ വേണ്ടി വെട്ടോത്തും കൊണ്ട് അച്ഛനെ വെട്ടാനാണ് പറഞ്ഞത്. എനിക്കറിഞ്ഞൂടാ. ഉഷേ നീ മുമ്പ് ഇല്ലടി. എന്നെ പിടിച്ചതിന് മുമ്പേ നിർത്തുന്നത്. ഒരു കാര്യത്തിന് മുമ്പ് നിർത്തുന്നില്ലെന്ന് നിനക്ക് പരാതി ഉണ്ടാവും. ഞാൻ ചാവട്ടതല്ലേ ഇരിക്കുള്ളൂ. വെട്ടിയടാ വെട്ടി. നിന്റെ വാഴ ഞാൻ വെട്ടി. അയ്യോ എന്നെ വെട്ടിന്നല്ല പറഞ്ഞത്, വാഴ വെട്ടിന്നാണ് പറഞ്ഞത്. കണക്കാ. അതുകൊണ്ടാ എന്തിനാ എന്റെ വാഴ വെട്ടിയത്? എന്തിനാ വാഴ വെട്ടുന്നതാ? നിന്റെ വാഴയുടെ ഒരു ഇല ഉണങ്ങിയത് എന്റെ മതിലുമ കയറി കിടക്കണ്. മതില് പൊളിഞ്ഞ് ആര് സമാധാനം പറയും? പറയടാ. എന്താ എന്റെ മതിലാണ്? കരിങ്കല്ല് കൊണ്ട് കെട്ടിയുണ്ടാക്കിയ മതിലൊരു വാഴയില വീണാൽ അങ്ങ് പൊളിഞ്ഞു പോകും. എടാ ഒരു കാരണമില്ലാതെ വഴക്കുണ്ടാക്കാൻ കുടുംബത്തിൽ നിനക്ക് ജോലി ഇല്ലടാ. എടാ കാരണം കൊറേ ഉണ്ടടാ. എന്തോ ഒരു പറ നിങ്ങള്. ഇന്നലെ നീ എന്നെ ചവിട്ടിയിലടാ. ഇന്നലെ നീ എന്നെ ചവിട്ടിയില്ല. നീ എന്നെ പഞ്ചഭാവി ചവിട്ടി വെച്ചാ എടാ കല്യാണം കഴിഞ്ഞ 3 ദിനം ഇവളെന്റെ കാല് ചവിട്ടി കലക്കിയ എന്റെ കാല് പൊങ്ങൂല. പിന്നെ ഞാൻ എങ്ങനെയാ ചവിട്ടണത്? എടാ ഇന്നലെ ഞാൻ റേഷൻ കടയിൽ നിന്ന് വരുമ്പോ എന്റെ പിറകില് വന്ന് എന്റെ നിഴലില് നീ ചവിട്ടിയില്ലേ? ചവിട്ടിയില്ലേ? ആര് സമാധാനം പറയും? പറയണം. ആര് സമാധാനം പറയും? എനിക്ക് പറയണം. നീ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിയാണ് അതിന് ഒരു കാര്യമില്ലാതല്ലടാ നീ പണക്കിട. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? 50 രൂപ എടുത്തു. 50 രൂപ തരണം. എന്തിനു തരണമെന്ന് പറ. ഇന്നലെ ഞാൻ 100 രൂപക്ക് ഉണക്കമീൻ മേടിച്ചു. എന്റെ വീട്ടിൽ അത് വറുത്തപ്പോ അതിന്റെ മണം അടിച്ചിട്ട് നിങ്ങൾ ഇവിടുന്ന് ചോറുണ്ട്. പകുതി പൈസ 50 രൂപ എനിക്ക് തരണം. മക്കളെ 50 രൂപ എനിക്ക് തരണം. എടാ ഇതുവരെ നീ ഓരോ കാരണങ്ങളും ഇല്ലാതെയാണ് എന്നോട് പടക്കടിക്കാൻ. പക്ഷെ ഇന്ന് നിന്നെ ചവിട്ടി ഞാൻ ഇവിടെ വിടും. നിന്റെ നിങ്ങളെ ഒന്ന് കാണണ്ട കുറച്ച് പച്ചക്കുതിര മിണ്ടായിരിക്കും. കത്തിക്കെടുത്താണ്. മാറി പിടിച്ചു മാറ്റി. മാരകായുധങ്ങളുമായി നമ്മളെ കൊല്ലാൻ വന്നു സാറേ. പറഞ്ഞു മനസ്സിലാക്കാം. ചാടി ചവിട്ടടി കുട്ടിയാ. മാമാട്ടി കുട്ടിയമ്മ മിണ്ടായിരിക്കും. മാമാട്ടി കുട്ടിയമ്മ മിണ്ടായിരിക്കും. അത് ഈ അയൽവക്കൊക്കെ ആകുമ്പോ അങ്ങനെ തന്നെ നിങ്ങളത് ഇങ്ങനെ അത് സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഇത് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ചുമ്മാ ഇങ്ങനെ വിഷയങ്ങൾ ഉണ്ടാക്കല്ലേ. നമ്മളെ ഒരു അപ്പുറത്തപ്പുറത്തെ വീട്ടുകാരാണ്. 2026 വരാൻ പോവാണ്. ഇങ്ങനെ വെറുതെ അടിയും വഴക്കൊക്കെ ഉണ്ടാക്കിയതാ. എന്താണ് നിൽക്കുന്നത്? വേണം വയ്ക്കണം വീട്ടിലൊക്കെ ഒന്ന് കിടന്ന് ചുമ്മാ മോശമല്ലേ ഇത്? സൗഹൃദപരമായിട്ട് പോണ്ടേ? ഭയങ്കര ബഹളമായിരുന്നോ? ഭയങ്കര ബഹളമായിരുന്നു. റിക്കാർഡിട്ടാണ് അവിടെ 5000 വാട്ട് സൗണ്ടിലാണ് നിങ്ങൾ അലപ്പ് കേട്ടത്. പാലും കുടിച്ച് കിടന്നുറങ്ങിയ നമ്മളെ 2 പെമ്മക്കള് ചാടി എണീറ്റിരിക്കണോണ്ട. ഇനി വെളുപ്പാകാലം 3 മണിയാവും ഉറങ്ങണമെങ്കിൽ. അയ്യോ നമ്മൾ നമുക്ക് ഇവിടെ നിന്ന് അറിഞ്ഞുകൂടാ. ശബ്ദം വെളിയിലോട്ട് പോണോ അറിയാൻ പറ്റണ്ട. മോശമാണ്. ഇനി ഇത് ആവർത്തിക്കല്ലേ? ആവർത്തിക്കല്ലേ കേട്ടാ. ശേഖരൻ വിളിക്കും. ശേഖരൻ
നിഴലി ചവിട്ടിയെന്നും പറഞ്ഞു ഛേ, നിഴല് ഉണക്കമീൻ്റെ മണം. കൈ കൊടു കൊടു, കൊടു, കൊടു. നമ്മള് വഴക്കില്ല കേട്ടോ. ഇല്ല, കുഴപ്പമില്ല കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇനി പ്രശ്നമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. നമ്മള് ഒരു ഇതുമില്ലാതെ അല്ല എന്തായിരുന്നാലും നിങ്ങൾ ന്യൂ ഇയർ ആയിട്ട് വന്നതല്ലേ, ഓ. ഞാനേ ഒരു കേക്ക് വാങ്ങിച്ചോണ്ട് വന്നു. നമുക്കത് കട്ട് ചെയ്തിട്ട് നിങ്ങൾ അങ്ങ് പോയിക്കോ. അല്ല കുഴപ്പമില്ല, നിങ്ങൾ ആഘോഷിക്കുന്നു. ഇല്ല കുഴപ്പമില്ല. നിങ്ങൾ വന്ന സ്ഥിതിക്ക് എന്താ പ്രശ്നമൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്തതല്ലേ. ഒരു കേക്ക്, ഒരു മധുരമില്ലടാ നമുക്ക് എന്തായാലും നമ്മൾ solve ഒരു ചെയ്ത് കേക്ക് ഞാൻ ഇപ്പൊ തന്നെ എടുക്കും. ഒരു കേക്ക് ന്യൂ ഇയറിന്റെ ടൈം ആയി. സമയമായില്ലേ? Correct. സമയമായിട്ടുണ്ട്. കറക്റ്റ് 12. അണ്ണാ, ഇങ്ങനെ ഒന്നും ഉടക്കില്ലേട്ടാ ആളും ചേട്ടാ അത് അണ്ണന്റെ ദേഷ്യോ പ്രഷറൊക്കെ കയറി ചുമ്മാ മുടിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. മുടിയോടെ കിട്ടുന്നു നമ്മൾ കുറെ ദേശക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടാ? ദേഷ്യം വരുമ്പോ ഇങ്ങനെ ഭയങ്കര ദേഷ്യം. അത് അണ്ണാ എന്താണ് ജോലി എന്താണ് എനിക്കാ ദേശക്കാരൻ. ദേശക്കാരനാണ് അല്ല അണ്ണാ, പുള്ളിക്ക് ഇത് മെയിൻ ജോലി എന്ന് പറഞ്ഞു ദേഷ്യപ്പെടുക. കേക്ക് തിന്നെ ആ പുള്ളിക്കാരനെ തിന്നാതെ കേക്ക്. അപ്പൊ ഈ ഒരു നല്ല സമയത്ത് ഈ ഒരു കുടുംബത്തിന്റെ വഴക്ക് നമ്മൾ അവസാനിപ്പിച്ചു. ഇനി അറിയൂടല്ലേ മോനെ നീ നോക്കിക്കോണേ സത്യം നല്ല മനുഷ്യന്മാരായിരിക്കും. അതെ, Clear ആയി. ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കൂല. ഇത് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. മോനെ പറ. ഓ വിരളി കടിക്കല്ലേടാ ദേഷ്യപ്പെടും പെട്ടെന്ന് കൊടുക്കാം. അതെ, അത് മൂക്കില് നിങ്ങളും കഴിക്കണം. ഓ, ഒരു കഷ്ണം ഇവിടെ എന്താണ്ട് ഈ ഒരു കഷ്ണം എടുത്ത് കഴിച്ചോ. ആ അതെ കഴിച്ചോ. ആ ക്ലബിലെ പാട്ട് ഓഫ് ചെയ്യാൻ പറ. കേക്ക് കൊടുക്കണം. ഓ കണ്ട വരി കേക്ക്. ഇനി നിങ്ങൾ എന്താണ് നടക്കണം ചോറുന്ന ആളുകളെ മുമ്പിൽ എന്താ ഇപ്പോഴേ പറഞ്ഞ വഴക്കൊന്നും ഇല്ലത്. നല്ലൊരു ന്യൂ ഇയർ ആയിട്ട് ഒരു കേക്ക് കൊണ്ടുവരുമ്പോ 10-65 വയസ്സായ ഒരു മനുഷ്യ ഈ വീട്ടിൽ തന്നെ ബോധം വേണം. അതുകൊണ്ടല്ലേ പറഞ്ഞത് വന്ന് തിന്നാൻ. അല്ലാതെ മുറിച്ചങ്ങ് മിണുങ്ങിയല്ല ചെയ്യേണ്ടത് കേട്ടാ. ആ ഇങ്ങോട്ട് കേക്ക് തിന്നാൻ വരാൻ. ഞാൻ ബന്ധപ്പെടെ നോക്കി വെച്ചേക്ക് നിങ്ങൾ കാര്യം പറയും അങ്ങോട്ട്. ആ ചെറിപ്പഴം എടുത്ത് മിണുങ്ങി. ഒരു ഇയാളാ കണ്ടാ? മാമ മാമ ഒരു ഇങ്ങ് വന്ന്. നിങ്ങളവിടെ മുടി പൊങ്ങ് നമ്മൾ അത് അന്ന് നിങ്ങൾ ആ ചെറിപ്പഴം എടുത്തത് എനിക്ക് ചെറിയ ഭയങ്കര ഇഷ്ടമുണ്ടാ. കേക്ക് മുറിച്ചല്ലേ ചെറിയ പഴം ചെറുപ്പഴം നിങ്ങളെ ചെറിയാണെങ്കിൽ അവരുടെ ചെറുപ്പഴം. അല്ലെന്നാ കേക്ക് ആകുമ്പോ നമ്മളെ വെച്ച് മുറിച്ച് എന്തൊരു വാസന കാണിച്ചാ ഞാൻ സംസാരിക്കും. ചോദ്യം പച്ചക്ക് ചെറുപ്പഴം എന്റെ ചേട്ടന്റെ ചെറിയ എടുത്ത് തിന്നാ നിന്റെ അടുത്ത്. കഥകളി മുഖമുള്ള ചേച്ചി എന്നെ അറിഞ്ഞൂടാത്തോടാണ് നീ വന്ന് ഉറക്കണ. എന്നെ ഉറക്ക നീ. വെള്ളത്തിപ്പേ വല്ലാതെ വീട്ടിലൊന്ന് ചെറുപ്പെടുത്ത നാളുണ്ടോ നിങ്ങൾക്കൊക്കെ? അത് ശരി, ചെറുപ്പെടുത്ത് നിന്നാ ഞാൻ പോണ്. ചെറിപ്പഴം ഇല്ലാത്ത കേക്ക് എന്റെ പട്ടിക്ക് വേണം കൊണ്ടുപോകണം. ഇതാ കേക്ക് വിട്ടടാ ആൾത്തൊട്ട് മുടിയും വെട്ടി ആടാ കുഞ്ഞിക്കൂനിലെ ദിലീപിനെ പോലെ നടന്നോടാ പറഞ്ഞു ബഹളം. ഒരു കാര്യം പറഞ്ഞോട് മീശ പകുതി ഇല്ല എണ്ണ ചുമ്മാ പറയട്ടെ. അതല്ലത് ഇപ്പഴ് നമുക്കൊരു ഇതും കൂടെ ചിരി പറഞ്ഞു അറിയാമോ. ഇപ്പം എനിക്ക് കണ്ടൊരു ഒരു കാര്യം മനസ്സിലായ ഏതെങ്കിലും വീട്ടില് വഴക്കുണ്ടായെന്ന് വിചാരിച്ചിട്ട് വലിഞ്ഞു കയറി ചെല്ലരുത്. ചെല്ലാം പക്ഷെ നമ്മൾ കേക്ക് കിട്ടിയത് ചെന്നാലും കേക്ക് കട്ട് ചെയ്താലും ഒരുമാതിരി അവരെ ചെറിയെടുത്ത് തിന്നരുത്. ചെറി എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമുണ്ടത്. ഇപ്പൊ ആ ചെറിയ എടുത്തുകൊണ്ട് ഇപ്പൊ ചെറിയിൽ മൊത്തം കേക്കായ. അതുകൊണ്ട് ഇപ്പം നമുക്ക് അവസാനം ഒറ്റയടിക്ക് പറഞ്ഞ നമ്മളെ ന്യൂ ഇയർ ഇങ്ങനെയായി. എന്തായാലും വന്ന് കേക്കൊക്കെ എടുത്ത് തിന്നല്ലേ, ഇതും കൂടെ പിടിച്ചോണ്ട് പോ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ എടുത്തോണ്ട് പോടാ പോടാ. ഹാപ്പി ന്യൂ ഇയർ.